നമ്മളെ വീണ്ടും ഒരു കർത്തവ്യ ശുശ്രൂഷയുടെ മുമ്പായി ആയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തെ ഓർക്കുന്ന ഈ ശുശ്രൂഷ വേളയിൽ നമുക്ക് നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ട്, എന്താണ് പരിശോധിക്കേണ്ടത്? നമ്മുടെ രക്ഷയെ ഓർക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ രക്ഷയെ തന്നെ പരിശോധിച്ചുകൊണ്ട്, നമ്മുടെ രക്ഷയെ നമ്മൾ എന്തുമാത്രം വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് വേണം ഇന്ന് വീണ്ടും ഈ കർത്തവ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ. രക്ഷയെ പുതുക്കുക എന്ന്, രക്ഷയിലുള്ള വളർച്ച, അല്ലെങ്കിൽ രക്ഷയെ നമ്മൾ എത്രത്തോളം വളർന്നു എന്നുള്ള പരിശോധിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെ വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആത്മീയ പുരോഗതി എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ആത്മീയമായി എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. സാധാരണ ഇതൊക്കെ എപ്പോഴും കേൾക്കുന്ന ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഭയത്തോടുകൂടിയാണ് ഇത് പറയുന്നത്. നമുക്കിത് ഒരുപാട് കേട്ട് നമുക്കങ്ങ് ഒരു പരിചയമായി മാറി. ചില കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് പറയുമ്പോൾ പരിശോധിക്കണം, ആ ഒരു പരിശോധന അത്രയേ ഉള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം ഈ കാര്യത്തെ പരിശോധിക്കുക എന്നുള്ളത്. പുറമേയുള്ള പട്ടികയിൽപ്പെട്ട ചില പാപങ്ങളെല്ലാം ഒഴിവായതുകൊണ്ട്, അതിന്മേലൊരു ജയം കിട്ടിയതുകൊണ്ട്, ഒരു നല്ല മനുഷ്യരായിട്ട് ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ വളരെ തൃപ്തരായിട്ടിരിക്കുന്നു. അതുകൊണ്ടൊരു കാര്യവുമില്ല. അത് നമ്മുടെ ആത്മീയ പുരോഗതിയെ ഒട്ടും കാണിക്കുന്നതല്ല. നമ്മൾ മറ്റു മനുഷ്യരിൽ നിന്ന് വളരെ നല്ലവരായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടോ, പട്ടികയിൽപ്പെട്ട പാപങ്ങളൊന്നും ചെയ്യാതെ, അല്ലെങ്കിൽ പുറമേ കാണുന്ന പ്രകടമായ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടോ നമ്മൾക്കൊരു ആത്മീയ പുരോഗതി കൈവരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് നമ്മുടെ ആത്മീയ പുരോഗതിയുടെ ലക്ഷണവുമല്ല. എന്നാൽ എന്താണ് എന്നാൽ എന്താണ് നമ്മൾ ആത്മീയമായി വളർന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ്? വീണ്ടും ജനിച്ച ദൈവമക്കളായി തീർന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ വീണ്ടും ജനിച്ച ആരായി തീർന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് നമ്മൾ പാടിയ പാട്ടിൽ പറയുന്നത് എന്താണ്? ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാട്ടിൽ പാടിയ എന്താണ്? യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ എന്ന് പാടി. അപ്പൊ യേശു മണവാളനായിട്ട് വരുമ്പോൾ നമ്മൾ ആരാണെന്നാണ് പറയുന്നത്? മണവാളൻ്റെതായിട്ട് പറഞ്ഞ ഈ മണവാളന് പറയുന്നത് കാന്ത എന്ന് പറയാം. മണവാളൻ എന്ന് പറയുമ്പം മണവാട്ടിയായിട്ട് ഒരുക്കപ്പെടേണ്ട, മണവാട്ടിയായി ഒരുങ്ങേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ബോധ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ കേവലം പുറമേയുള്ള ചില പ്രകടമായ പാപങ്ങളിൽ നിന്ന് ഒഴിവായതുകൊണ്ട് മാത്രം മണവാട്ടിയാകുമോ? ആകില്ല. എന്താണ് ദൈവവചനം പറയുന്നത്? എഫെസ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, തൻ്റെ കാന്ത. ഇവിടെ മണവാട്ടി ഒരുങ്ങുന്നത്, മണവാട്ടിയുടെ ഒരുക്കം എങ്ങനെയാണ്? മണവാട്ടി എങ്ങനെയായിരിക്കും? മണവാട്ടിയുടെ യോഗ്യത എന്തായിരിക്കും? മണവാട്ടി എപ്രകാരമുള്ള ഒരാളായിരിക്കും? ഒരു കറിയും ഒരു ചുളുക്കവും ഇല്ലാതെ. ആ വാക്യം വായിക്കാം. എഫെസ്യലേഖനം 5-ാം അധ്യായം അതിൻ്റെ 26, 27 തോന്നുന്നത് കൃത്യമായിട്ടും. അതെപ്പോഴും വായിക്കുന്നതാണ്. വായിക്കാം. മതി. കറ. അപ്പം കാന്ത അവിടെ മണവാട്ടിയുടെ ക്വാളിഫിക്കേഷൻ അവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി സഭയാണ് കാന്ത, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഈ ക്വാളിഫിക്കേഷൻസ്? എന്തൊക്കെയാണ് യോഗ്യത? ഒരു കറയും ഒരു ചുളുക്കവും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്പോട്ട് പോലും ഇല്ലാതെ പൂർണ്ണ വിശുദ്ധ, അങ്ങനെ ഒരു കറയും ഒരു ചുളുക്കമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി സമർപ്പിക്കപ്പെടേണ്ട ആളാണ് കാന്ത. അതാണ്. ഒരു കുഴപ്പവും ഒരു കുറവുമില്ലാതെ. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ പരിശോധിക്കണം. ഈ പകൽക്കാലം കർത്തവ്യ ശുശ്രൂഷ മുമ്പേ ആയിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ പുരോഗതിയെ പരിശോധിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ആത്മീയ പുരോഗതിയെ പരിശോധിക്കുമ്പോൾ നമ്മുടെ മാനദണ്ഡം എന്താണ്? മണവാളൻ വരുന്നു. മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയാണ് ഞാനെന്ന് നമ്മൾ പാടുന്നു. പക്ഷെ മണവാട്ടിയാണെന്ന് പാടിയതുകൊണ്ട് കാര്യമില്ല. മണവാട്ടി ആകണമെങ്കിൽ മണവാട്ടിയുടെ യോഗ്യത ഉണ്ടായിരിക്കണം. ആ മണവാട്ടിയുടെ യോഗ്യത ഒരു കറിയും ഒരു ചുളുക്കവും ഇല്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കുക എന്നുള്ളതാണെന്ന് തിരിച്ചറിയണം. അപ്പോൾ നമുക്ക് ഒരു കാര്യമുണ്ട്. ഒരു ദിവസം തോറും നാൾതോറും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അതെപ്പോഴാണ് സാധിക്കുന്നത്? ഈ ഒരുക്കം എപ്പോഴാണ് നടക്കുന്നത്? ഇപ്പോഴാണ് നടക്കേണ്ടത്. ഈ ജീവിതത്തിലാണ് നടക്കേണ്ടത്. അല്ലാതെ പിന്നെ നമുക്ക് മണവാളം വന്നു കഴിയുമ്പോൾ ഓടിപ്പോയി ഒരുങ്ങാമെന്ന് വിചാരിക്കാൻ പറ്റുമോ?
പറ്റത്തില്ല. ഭയപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്നതല്ല, മുന്നറിയിപ്പായിട്ടുള്ള രണ്ടു മൂന്ന് വാക്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ് നമുക്ക്. എബ്രാലേഖനം ഇത് 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 മുന്നറിയിപ്പിന്റെ ഒരു വാക്യം എന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നതിനോട് ചേർന്ന് അല്ലെങ്കിൽ പോലും അല്ല, ചേർന്ന് അല്ലെങ്കിൽ അല്ല, ചേർന്ന് തന്നെയാണ്. ചേർന്ന് വരുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്നില്ല, നമ്മുടെ മുന്നറിയിപ്പാണത്. നമുക്ക് എവിടെയാണ് നമുക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിൽ തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നുകൂടെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് ചില വാക്യങ്ങൾ. എബ്രാലേഖനത്തിലൊരു വാക്യമുണ്ടല്ലോ, എബ്രാലേഖനം 9-ാം അധ്യായം, ഒരിക്കൽ ന്യായവിധി 9:27, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി മനുഷ്യൻ നിയമിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഭൂമിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തേണ്ടത്. നമുക്ക് പിന്നെ ഒരിക്കൽ മരണവും, അതായത് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുകയോ കർത്താവ് വരുവോ മണവാളം വരുവോ ചെയ്യുന്നത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സാധ്യതയും ഇല്ല ഒരുങ്ങാൻ. ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഈ കാലഘട്ടത്തിലെല്ലാം നിരന്തരം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ സമാനമായ വാക്യങ്ങൾ വേറെ 2-3 സ്ഥലത്തുണ്ട്. ഒരിക്കൽ ന്യായവിധി എന്ന് പറയുന്ന റോമാലേഖനം 14:10 അല്ലേ, 14:10 അതിന്റെ അവസാനവും ഇങ്ങനെ വായിക്കുന്നു, നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ. അതുപോലെ സമാനമായൊരു വാക്യം 2 കൊരിന്ത്യരിലുണ്ട്. 2 കൊരിന്ത്യർ സന്ധിപ്പെടുത്തോ അത്? അതെ 5:10, 2 കൊരിന്ത്യർ 5:10 അതിന്റെ അവസാനവും നമ്മളങ്ങനെ കാണും, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാവുന്നത്. ഞാൻ സന്ദർഭത്തിൽ നിന്ന് ഒരു അല്പം വിട്ടാണെങ്കിൽ ഒരു മുന്നറിയിപ്പ് പോലെ ഈ വാക്യങ്ങൾ കാണിച്ചു എന്തിനു വേണ്ടിയാണ്? പ്രിയമുള്ളവർ, നമ്മളെ ഗൗരവമുള്ളൊരു കാര്യം, നമ്മുടെ ഈ ഒരുക്കം എന്ന് പറയുന്നത്, മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയുടെ ഒരുക്കം എന്ന് പറയുന്നത് ഒരു കാഷ്വലായിട്ട് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ അറിയുന്നില്ല ന്യായാസനത്തിന് മുമ്പിൽ എന്നാണ് നിൽക്കേണ്ടത് എന്നുള്ളത്, മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് എന്നാണെന്നുള്ളത് നമുക്കറിയാത്തതുകൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ടവരാണ്. ഒരു കറയും ഒരു ചുളുക്കവും ഇല്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ടവരാണ്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആരുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്? ആരുമായിട്ടാണ് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവായിട്ട്. ആരാണ് കർത്താവായ യേശു ക്രിസ്തു? മണവാളനുമായിട്ട് ചേരുന്ന മണവാട്ടി വേറെ ഏതെങ്കിലും ജാതിയിൽപ്പെട്ട ആളായിരിക്കുമോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വഭാവത്തിൽപ്പെട്ട ആളായിരിക്കുമോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കുമോ? ഒരിക്കലുമില്ല. മണവാളനെ ചേരുന്ന മണവാട്ടി എന്ന് പറയുന്ന ആരായിരിക്കും? മണവാളനെ പോലെ മണവാളന്റെ അതേ സ്വഭാവത്തോടും സ്വരൂപത്തോടും അനുരൂപപ്പെട്ട ഒരാളായിരിക്കുമല്ലോ മണവാട്ടി. അങ്ങനെയല്ലേ? അല്ലാതെ നമ്മൾ മനുഷ്യര് ഒരു പുരുഷൻ കല്യാണം കഴിക്കുന്നത് വേറെ എന്തെങ്കിലും ഒരു മൃഗത്തെയാണോ? അല്ലല്ലോ. ഒരേ ആള്, ഒരേ ജാതി, ഒരേ വർഗം, ഒരേ പോലെയുള്ള ആളുകളാണ്. അപ്പം മണവാളനായ കർത്താവിനോട് ചേരുന്ന മണവാട്ടി എന്ന് പറയുന്നത് ആ മണവാളന്റെ അതേ സ്വഭാവ സ്വരൂപത്തോട് അനുരൂപരായിരിക്കുന്ന ഓരോ വ്യക്തിയായിരിക്കണം. ആൾക്കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് പരിശോധിക്കാം, എന്താ മണവാളന്റെ സ്വരൂപത്തോട്, മണവാളന്റെ സ്വഭാവത്തോട് നമ്മൾ എത്രത്തോളം അടുത്തിട്ടുണ്ട്, അനുരൂപരായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മളിൽ ഇന്ന് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ പരിശോധന. ഈ പൽക്കാലം നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയിലൂടെ നമുക്ക് ലഭിച്ച ആ സ്ഥാനം, മണവാട്ടി എന്നുള്ള ഒരു പദവി, അത് നമ്മൾ അവകാശമാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതും നമ്മൾ പരിശോധിക്കേണ്ടതും ഈ മണവാളന്റെ മണവാട്ടിയായി തീർന്നപ്പോൾ ആ മണവാട്ടിയുടെ യോഗ്യത എന്നിൽ ഉണ്ടാകണമെങ്കിൽ ആ സ്വഭാവത്തിന്റെ എത്രത്തോളം എന്നിൽ വളർന്നു വരുന്നുണ്ട്, വർദ്ധിച്ചു വരുന്നുണ്ട്, മണവാളന്റെ സ്വഭാവത്തോട് എത്രത്തോളം ഞാൻ അടുത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ പൽക്കാലം പരിശോധിക്കേണ്ടത്. മണവാളന്റെ സ്വഭാവം എന്താണ്? മണവാളന്റെ സ്വഭാവം, കർത്താവിന്റെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് കാണുന്നത് എന്താണ്? കർത്താവിന്റെ സ്വഭാവത്തിൽ നമുക്ക് ഏറ്റവും താഴ്മ, ആരോടുള്ള അനുസരണം, സ്നേഹം, ഇത്രയും കാര്യം ആദ്യം ഒന്ന് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നോക്കാം. കർത്താവ് സ്നേഹം, കർത്താവിന്റെ സ്നേഹം എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. കർത്താവിന്റെ സ്നേഹം അത് ആരുടെ സ്വഭാവമായി മാറണമെന്നാണ് പറഞ്ഞത്? മണവാളന്റെ സ്വഭാവം നമ്മുടെയും സ്വഭാവമായി മാറണം. കർത്താവിന്റെ സ്നേഹം എങ്ങനെയുള്ളതായിരുന്നു? കർത്താവ് എങ്ങനെയാണ് സ്നേഹിച്ചത്?
ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. കർത്താവ് എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? ഒരു 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 അതിനെന്താ പറയേണ്ടത്? ആ സ്നേഹത്തിന് എന്താ പറയേണ്ടത്? നമ്മളെ ഒരു നിസ്വാർത്ഥമായ, അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുറവും നോക്കാതെ, നമ്മുടെ ഒരു കൊള്ളരുതായികയും കണക്കിടാതെ നമ്മളെ സ്നേഹിച്ച കർത്താവിൻ്റെ സ്നേഹം. ആ സ്നേഹം നമുക്ക് മറ്റൊരാളോട് കൊടുക്കാൻ, തമ്മിൽ തമ്മിൽ കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പരിശോധന. കർത്താവിൻ്റെ സ്നേഹം നമുക്കുണ്ടോ എന്നുള്ളതിൻ്റെ പരിശോധന അതാണ്. എന്താണ്? നമുക്ക് കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ എന്നാണ് കർത്താവിൻ്റെ കൽപ്പന. അതേതാണ് വാക്യം? യോഹന്നാന്റെ സുവിശേഷം. നമുക്കറിയാം ആ കൽപ്പന. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വാക്യം വായിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തെ വിശദീകരിക്കുന്ന വേറൊരു വേദഭാവം നമുക്ക് 1 യോഹന്നാനിലെ ആ വാക്യം കുറച്ചുകൂടെ ക്ലിയർ ആണ്, അല്ലേ? 1 യോഹന്നാനിലെ ആ വാക്യം വായിക്കുമ്പോൾ കർത്താവിന് 1:3 2-3 വാക്യങ്ങളുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? 1 യോഹന്നാൻ 3:16 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 3:16-17 വാക്യങ്ങൾ. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സരിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, മതി. ഇതാണ് നമ്മളിൽ വർദ്ധിച്ചു വരേണ്ടത് യേശുവിന്റെ സ്നേഹം. എന്താണിത്? ഞാൻ എൻ്റെ ട്രാൻസ്ലേഷൻ വായിക്കാം. നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിച്ചതിനാൽ സ്നേഹം എന്തെന്ന് നാം മനസ്സിലാക്കുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി എന്തെന്ന് മനസ്സിലാക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ അർപ്പിക്കേണ്ടതാണ്. ഒരാൾക്ക് ഭൗതികമായ വസ്തുക്കൾ ഉണ്ടായിരിക്കുകയും തൻ്റെ സഹോദരന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് മനസ്സിലിവ് തോന്നാതിരിക്കുകയും ചെയ്താൽ അയാളിൽ ദൈവസ്നേഹം എങ്ങനെ വസിക്കും? അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന, മറ്റുള്ളവരോട് ഒരു മനസ്സലിവുണ്ടാ കാണിക്കുന്ന ആ ഒരു സ്വഭാവത്തോടുകൂടി വരുന്നതാണ് യഥാർത്ഥ ആവശ്യത്തിലിരിക്കുന്ന സഹോദരനെ സഹായിക്കുവാനുള്ള മനസ്സ്. അതാണ് യഥാർത്ഥ ദൈവസ്നേഹം എന്ന് നമ്മൾ കാണുന്നു ഇവിടെ. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മളിലുണ്ടോ എന്നുള്ളത്. സ്നേഹം. പിന്നെ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു? താഴ്മ. അതെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. താഴ്മയാണ് ഏറ്റവും ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ താഴ്മയാണ്. ഇന്ന് കർത്താവിൽ നിന്നുള്ള താഴ്മ നമ്മൾ പഠിക്കണമെന്ന് നമ്മൾ പറയുന്നു. കർത്താവിൽ നിന്ന് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് താഴ്മ, സൗമ്യത എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ അതിനൊരു പ്രകടമായ ഭാവം എന്താണ്? കർത്താവിൻ്റെ താഴ്മയുടെ പ്രകടമായ ആ ഭാവം എന്താണ്? കർത്താവ് കാണിച്ചെന്നു എന്ന് പറയുമ്പോൾ നമ്മളത് അനുകരിക്കുന്നുവെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം എന്താണ്? കർത്താവ് ചെയ്ത ഒരു ഒറ്റ കാര്യം എന്താണ്? നമ്മൾ ഓരോരുത്തർ ഇത്രയും നാൾ കേട്ടിട്ടുണ്ടല്ലോ, വർഷങ്ങളായിട്ട് സഭയിൽ നിന്ന് കേൾക്കുക, കർത്താവിൻ്റെ താഴ്മ ഞാൻ പഠിക്കണം. മത്തായിയുടെ സുവിശേഷം എല്ലാവർക്കും ആ വാക്യം അറിയാം. മത്തായിയുടെ സുവിശേഷം എന്നിൽ നിന്ന് പഠിപ്പീൻ. ആ വാക്യവും കാണാതെ അറിയാം. ഏതാ വാക്യം എന്ന് ഇപ്പം ഞാൻ ചോദിച്ചാൽ എല്ലാവരും പറയും. മത്തായിയുടെ സുവിശേഷം 11 അത് അറിയാം, എല്ലാവർക്കും അറിയാം. അത് ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനായതുകൊണ്ട് എന്നിൽ നിന്ന് പഠിപ്പീൻ. ഇതും എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതെന്താണ്? കർത്താവിൽ നിന്ന് പഠിച്ചു. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അത് കാണിക്കുന്നത്? കർത്താവ് കാണിച്ച താഴ്മ എന്താണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം നമ്മളോട് തന്നെ ചോദിക്കണം, എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? എന്നാൽ വേറൊരു രീതിയിൽ ചോദിക്കാം, കർത്താവ് കാണിച്ചത് എന്തായിരുന്നു താഴ്മ? എങ്ങനെയാണ് കർത്താവ് താഴ്മ കാണിച്ചത്? മനസ്സിലാക്കിയത് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? കർത്താവ് കാണിച്ച താഴ്മയിൽ ഇത് വലിയ തിയോളജി ഒന്നും വേണ്ട, ഒരു കാര്യമില്ല. തിയോളജി ഒന്നും ചിന്തിക്കണ്ട. കർത്താവിൻ്റെ സ്വഭാവം, കർത്താവ് ജീവിച്ച പെരുമാറ്റത്തിൽ, കർത്താവ് ഇങ്ങനെ ജീവിച്ചപ്പോൾ, കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ജീവിത സമയത്ത് കർത്താവ് താഴ്മ കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത് ഈ കർത്താവിൻ്റെ കഥ കേട്ടിട്ടില്ലേ? കർത്താവിൻ്റെ ജീവിതകഥ ആർക്കും അറിയാമല്ലേ? കഥയെന്ന് പറഞ്ഞാൽ എല്ലാവരോട് ചോദിക്കുന്നത് സൺഡേ സ്കൂൾ. കർത്താവിൻ്റെ ജീവിത ചരിത്രം, കർത്താവ് ജീവിച്ചപ്പോൾ കർത്താവ് കാണിച്ച് അതൊക്കെ വലിയ തിയോളജിക്കല ലെവലിലാണ് പറയുന്നത്. സ്വന്തം ഇഷ്ടം കഴിയുക, അത് ശുശ്രൂഷയുടെ മനോഭാവം. ഇനി അതല്ലാതെ വേറൊരു കാര്യം, കർത്താവ് സൗമ്യതയോടെ നിന്നത് എപ്പോഴാണ്? അത് എപ്പോഴാണ്? ആ സന്ദർഭത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. എപ്പോഴാണ്? തന്നെ കുറ്റം പറയുമ്പോൾ തന്നെ
ശകാരിച്ചപ്പോൾ, പീഡിപ്പിച്ചപ്പോൾ, തന്നെ അടിച്ചപ്പോൾ, തന്നെ അന്യായമായി താൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, അതിനോട് പ്രതികരിക്കാതെ നിന്ന കർത്താവിൻ്റെ താഴ്മ. അതാണല്ലോ താഴ്മയെക്കുറിച്ച്, കർത്താവിൻ്റെ താഴ്മയെക്കുറിച്ച് പറയുമ്പോൾ യെശയ്യാപ്രവചനത്തിലെ ആ വാക്യത്തിലും അങ്ങനെ പറയുന്നത്. താഴ്മയോടെ നിന്നു എന്ന് പറയുമ്പോൾ രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ നിന്നു എന്ന് പറയുന്ന ആ താഴ്മയെക്കുറിച്ചാണല്ലോ അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. അത് ഏത് സന്ദർഭമാണത്? പീഡനം, കഷ്ടത, അന്യായമായിട്ട് ശകാരം, ദേഷ്യം, മറ്റുള്ളവരിൽ നിന്നുള്ള വളരെ ഭയങ്കരമായിട്ടുള്ള ദൂഷണം, ഒറ്റപ്പെടുത്തൽ, ഇതെല്ലാം കിട്ടിയപ്പോഴും കർത്താവ് എങ്ങനെ നിന്നു? മിണ്ടാതിരുന്നു. ഇതാണ് യെശയ്യാപ്രവചനം. അത് ആ വാക്യം യെശയ്യാപ്രവചനം അത് തന്നെ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ അത് എടുത്ത് പറഞ്ഞു. പത്രോസ് അപ്പോസ്തലൻ അതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. 1 പത്രോസ് 3:2 1 പത്രോസ് 2-ാം അധ്യായത്തില് അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് വീക്ഷണം പറയാതെയും ന്യായമായി അതിനുമുമ്പ് അവിടുത്തെ കാഴ്ചകൾ പിന്തുടരാൻ ഒരു മാതൃക നമുക്ക് നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ മേളിലും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്യായമായിട്ട് കഷ്ടം സഹിച്ചു. അതിന്റെ മുകളിലോട്ട് നമ്മൾ 19 വായിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 19 വാക്യങ്ങളിൽ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യം വിശദീകരിച്ചിരിക്കുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ താഴ്മയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവിന്റെ താഴ്മ നമ്മൾ പഠിക്കുന്നു, കർത്താവിന്റെ താഴ്മയെ കുറിച്ച് കേൾക്കുന്നു. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? കർത്താവ് താഴ്മയുടെ ഏറ്റവും വലിയ പ്രദർശനം ഇതാണ് നമ്മൾ വായിച്ചുവെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തോട് നോക്കിയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ഇങ്ങനെയാണോ നിൽക്കുന്നത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. എങ്ങനെയാണോ നിൽക്കുന്നതെന്ന്. ശകാരമൊക്കെ പോട്ടെ, ഈ കഷ്ടതയും പീഡനവും ഒക്കെ പോട്ടെ, നമ്മളുടെ ഇഷ്ടത്തിനെതിരായിട്ട് ആരെങ്കിലും ഒന്ന് ചെറുതായിട്ട് അനങ്ങിയാൽ, ബാക്കിയൊക്കെ പറയുമല്ലോ, ഒന്ന് പറ, ബാക്കി അനങ്ങിയാൽ ബാക്കി പറ, പിന്നെന്ത് ചെയ്യും? എങ്ങനെ പ്രതികരിക്കും? അല്ല, അത് പറയാൻ എളുപ്പം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. എല്ലാ ആഴ്ചയിലും വന്നിരുത്. ഇതാണ് നമ്മുടെ കുഴപ്പം. ഹെൻറി വേർ പറഞ്ഞ പോലെ ഇങ്ങനെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വന്ന് പറയാനാണോ? എൻ്റെ ഇതിനെതിരായിട്ട് ഇങ്ങനെ വന്നാൽ ഞാൻ പ്രതികരിക്കും എന്ന് നമ്മൾ ഇത് പറയുന്നതാണോ സന്തോഷം? ഇതെന്നും പറയാനാണ് പിന്നെ എന്താ നമ്മുടെ വളർച്ച? അതല്ലേ നമ്മളത് തുടങ്ങിയത്. നമ്മുടെ ആത്മീയ പുരോഗതി എവിടെ? നമ്മുടെ ആത്മീയ വളർച്ച എവിടെ? നമ്മൾ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനാണോ? കർത്താവിന്റെ പാതകളെ പിന്തുടരാൻ, കർത്താവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരാൻ എന്ന് പറയുന്ന ആൾക്ക് ഇപ്പോഴും അത് പറയാണ്, ഞാൻ പ്രതികരിക്കും എന്ന് പറയുന്ന വലിയ പ്രശംസയായിട്ടാണോ പറയുന്നത്? ഞാൻ പ്രതികരിക്കും എന്നാണോ പറയുന്നത്? എനിക്ക് അങ്ങനെ പറയുന്നത് സത്യസന്ധമായിട്ട് പറയാം. ഇന്നെങ്കിലും അവസാനിപ്പിക്കണം ഈ കാര്യം. നമ്മുടെ ഈ പ്രതികരണം അവസാനിപ്പിക്കണം. ഇന്നെങ്കിലും കർത്താവിന്റെ ജീവൻ നമ്മളിൽ നിറയണം. ഇതുവരെ പ്രതികരിച്ചത് പോട്ടെ, കഴിഞ്ഞ നാളുകളെ കുറിച്ച് നിരാശപ്പെടേണ്ട. പക്ഷെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കാനാണോ കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്? എല്ലാ ദിവസവും വന്ന് എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം നമ്മളിത് പറയും. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ പ്രതികരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ താഴ്മയെക്കുറിച്ച് പറയും, താഴ്മയുള്ളവരെ കർത്താവിൽ നിന്ന് പഠിക്കണം എന്ന് പറയും. പക്ഷെ താഴ്മ നമ്മൾ പ്രദർശിപ്പിക്കേണ്ട മേഖല എന്ന് പറയുന്നത് നമ്മളെ ഒരാൾ എതിർക്കുമ്പോൾ, അന്യായമായിട്ട്, ന്യായം മുഴുവൻ നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ, ന്യായം മുഴുവൻ നമ്മുടെ ഭാഗത്തുള്ളപ്പോൾ, ന്യായം മുഴുവൻ നമ്മൾ പറഞ്ഞതിലായിരിക്കുമ്പോൾ, നമ്മുടെ പ്രവൃത്തിയിലായിരിക്കുമ്പോൾ, നമ്മളെ ഒരാൾ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മളെ ഒരാൾ ദോഷിക്കുമ്പോൾ, നമ്മളെ ഒരാൾ ഭീഷണിപ്പെടുത്തുമ്പോൾ, നമ്മളെ ഒരാൾ ശകാരിക്കുമ്പോൾ, അവിടെ നിശബ്ദമായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ നിന്നുകൊണ്ട് അയാളോട് ക്ഷമിക്കാൻ, അയാളോട് ഒരു പ്രയാസമില്ലാതിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇതൊരു തിയറിയായിട്ട് ആരും എടുക്കരുത്. ദയവായിട്ട് ആരും ഇതൊരു തിയറിയാണെന്ന് വിചാരിക്കരുത്. ഇത് ഒരു തിയറി പോലെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകാതിരിക്കുന്നതെങ്കിൽ നമ്മളത് ആവശ്യബോധമായി കാണാത്തതുകൊണ്ടാണ്. നമ്മളിത് കേട്ടിട്ട് അങ്ങ് മറന്നു കളയാണ്, അല്ലെങ്കിൽ കേട്ടിട്ടത് വിട്ടുകളയുന്നതുകൊണ്ടാണ്. ഇല്ല, ഈ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെ നിൽക്കേണ്ടത് യേശുവിൻ്റെ സ്വഭാവത്തോടുകൂടിയാണ്, യേശുവിൻ്റെ താഴ്മത വഹിച്ചുകൊണ്ടാണ്, യേശുവിൻ്റെ സൗമ്യത വഹിച്ചുകൊണ്ടാണ് എന്നുള്ള തികഞ്ഞ ബോധ്യവും നിർബന്ധവും നമുക്കുണ്ടെങ്കിൽ നമ്മൾ സത്യസന്ധമായിട്ട് ഇപ്പോൾ കരയും. കർത്താവെ, എന്നെ ബലപ്പെടുത്തണമേ, അവിടുത്തെ ആത്മാവിനാലെ ശക്തിപ്പെടുത്തി കൃപയാൽ നിറച്ച് എനിക്ക് ആ സന്ദർഭത്തിൽ ആവശ്യമായിട്ടുള്ള കൃപ നൽകണമേ എന്ന് നമ്മൾ ഇപ്പോൾ കരയും. ആ കരച്ചിൽ നമ്മളെ നാളെ ഇനി ഇത് കേൾക്കുമ്പോൾ എൻ്റെ പേര് നാളെ അത് പറയാനിടയാകരുത്. ഞാൻ പ്രതികരിക്കുമെന്നല്ല പറയേണ്ടത്, എനിക്കിന്ന് ദൈവം കൃപ നൽകി പ്രതികരിക്കാതിരിക്കാൻ സഹായിക്കുന്നു എന്ന് പറയാൻ പറ്റണം നമ്മൾക്ക്.
അതാണ് നമ്മുടെ വളർച്ച, അതാണ് നമ്മുടെ ആത്മീയ വളർച്ച. അതിനെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതാണ് കർത്താവ് കാണിച്ച സ്നേഹം എന്ന് പറയുന്നത് അതാണ്. കർത്താവ് കാണിച്ച താഴ്മ എന്ന് പറയുന്നത് അതാണ്. മറ്റൊന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, കർത്താവ് എപ്പോഴും പിതാവിനെ അനുസരിച്ചു എന്നുള്ളത് ശരിയാണ്. കർത്താവ് ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിൽ സ്വന്തം ഹിതപ്രകാരം ജീവിച്ചില്ല. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. കർത്താവ് സ്വന്തം ഹിതം അനുസരിച്ചല്ല ജീവിച്ചെന്നുള്ളത്. കർത്താവ് എപ്പോഴും പിതാവിനെ അനുസരിച്ചു എന്നുള്ള. അത് മറ്റൊരു കർത്താവിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച്, നേരത്തെ താഴ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ കാല് കഴുകിയെന്ന് സ്ത്രീകൾ പറഞ്ഞു. അതെ, ശുശ്രൂഷിക്കുന്ന മനോഭാവം അത് കർത്താവിന് മറ്റൊരു സ്വഭാവമാണ്. എന്താണ് താൻ വന്നത്? കർത്താവ് പറഞ്ഞു എന്താണ്? ഒരു വാക്യമുണ്ടല്ലോ, കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ്. അതാണ് കർത്താവിന്റെ സ്വഭാവം. എപ്പോഴും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു അവസാന പ്രദർശനമായിരുന്നു കർത്താവ് അവസാന നാളിൽ, പെസഹ നാളിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ടത് പ്രദർശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ കാല് കഴിയുമെങ്കിൽ നിങ്ങളും തമ്മിൽ കാല് കഴിയേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുത്തത്. പക്ഷെ ആദ്യം അതിനു മുമ്പേ തന്നെ കർത്താവ് തന്റെ സ്വഭാവമായിട്ട് അത് വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. എന്താണ്? എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ, മറ്റുള്ളവരെ ഏത് തരത്തിലെങ്കിലും സഹായിക്കുവാനുള്ള മനോഭാവം. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ എത്രത്തോളം നമ്മളിലുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, കർത്താവിന്റെ സ്വഭാവം, മണവാളന്റെ സ്വഭാവത്തിലേക്ക് വളരേണ്ട മണവാട്ടിയിൽ നമ്മളിൽ എത്രത്തോളം ഈ ഒരു മനോഭാവമുണ്ട്. മറ്റുള്ളവരെ, ആവശ്യത്തിലിരിക്കുന്ന ആളെ സഹായിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് എത്രത്തോളം ഉണ്ട്, അത് പരിശോധിക്കണം. നമ്മൾ വളരെയധികം സ്വാർത്ഥരല്ലേ എന്നുള്ളത് തിരിച്ചറിയണം. നമ്മൾക്ക് മറ്റുള്ളവർ, കർത്താവ് പറഞ്ഞ 2 ഉപമകളിലൂടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ന്യായവിധി ദിവസത്തിൽ അവരെ തള്ളക്കളയാൻ പോകുന്നത് ആ ആടിന്റെ, ചെമ്മരിയാടിന് അല്ലേ, 2 കൂട്ടം ആട്, കോലാട് ചെമ്മരിയാടിന്റെ ഉപമയിൽ കർത്താവ് പറഞ്ഞത് ഒരു കൂട്ടരെ തള്ളിക്കളയും നിത്യ നരകത്തിലേക്ക്, ഒരു കൂട്ടരെ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു പറഞ്ഞപ്പോൾ അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഒറ്റ കാര്യത്തിലാണ് അവർ പറഞ്ഞത്. എന്താണ് ആ കാര്യം? ഒരു കൂട്ടര് സഹായിച്ചു പല സന്ദർഭത്തിൽ, ഒരു കൂട്ടര് ഇതൊന്നും അറിഞ്ഞില്ല. 2 കൂട്ടരും പറയുന്നു ഞങ്ങൾ അറിഞ്ഞില്ലെന്നാ. പക്ഷെ 2 കൂട്ടരോടും കർത്താവ് പറയുന്ന ഒരേ മറുപടിയാണ്, ഞാനവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങളാരും എന്നെ കണ്ടില്ല. എല്ലാവർക്കും അറിയാം ആ സന്ദർഭം അല്ലേ? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം. എടുക്കണ്ട, എല്ലാവർക്കും അറിയാം. വായിച്ച 25-ന്റെ 31 മുതലുള്ള വാക്യം താഴോട്ട്, 31 മുതലാണ് ആ ഒരു ഉപമ പറഞ്ഞിരിക്കുന്നത്. അവിടെ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സഹായിക്കാനുള്ള മനോഭാവം. അതുപോലെ തന്നെയാണല്ലോ ശബരിമലക്കാരൻ്റെ ഉപമയിലും. അവിടെ ആരാണ്? കർത്താവ് വലിയ വലിയ പുള്ളികളാ കടന്നുപോയത്. അവർ പറഞ്ഞ നല്ല എൻ്റെ പേര് നമ്മൾ പറയുന്നത് അതാണ്. നമ്മൾ ഏതിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സഭായോഗത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവിടെ 2 പേരേ ഉണ്ട്. അവിടെ സഭായോഗത്തിന് കൃത്യസമയത്ത് പോകണമെന്നുള്ളതാണ് അവരുടെ നിർബന്ധം. ആരായിരുന്നു? ലേവ്യനും പുരോഹിതനും. അവർക്ക് അവിടെ ഒരു വഴിയിൽ ഒരാൾ അവിടെ കിടന്ന അവർക്കതൊരു പ്രശ്നമല്ല. അവർക്ക് കൃത്യസമയത്ത് മീറ്റിങ്ങിന് ചെല്ലണം. അവർ ഈ പുള്ളിയെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയി. പക്ഷെ കർത്താവ് പറഞ്ഞു ആ ലേവ്യനും പുരോഹിതനുമല്ല, അവൻ്റെ ഒരു യഥാർത്ഥ സ്നേഹിതൻ ആരായിരുന്നു? ആ സഹായിച്ച ശബരിയാക്കാരനായിരുന്നു. ദൈവങ്ങളുടെ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാതെ നമ്മൾ എത്ര സഹായവും കൂടിയിട്ട് എന്താ കാര്യം? ആവശ്യത്തിലിരിക്കുന്നവർക്ക് സഹായം കൊടുക്കേണ്ടതിൻ്റെ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ചില പ്രമാണങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് ശരിയാത്ത ദൈവഭക്തി എന്ന് വിചാരിക്കുന്നതിനപ്പുറമായിട്ടുള്ള ചില കാര്യങ്ങളാണ് കർത്താവ് കാണുന്നെന്നുള്ളത് തിരിച്ചറിയണം. ഇതാണ് കർത്താവിൻ്റെ സ്വഭാവം. കർത്താവിൻ്റെ സ്വഭാവത്തിൽ മറ്റൊരു കാര്യം അതാണ് ശുശ്രൂഷിക്കാനുള്ളൊരു മനോഭാവം കർത്താവ് ഉണ്ടായിരുന്നു. വേറൊന്ന് കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ ക്ഷമയെക്കുറിച്ച് നമ്മൾ കാണുന്നു. കർത്താവ് പറഞ്ഞത്, അത് കർത്താവ് പറയുന്നത് നമ്മളോട് പറഞ്ഞൊരു കൽപ്പനയാണ്. കർത്താവ് ഞാൻ നിങ്ങളോട് ക്ഷമിച്ച പോലെ നിങ്ങളും, അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത്? ആ വാക്യം കൊലോസ്യലേഖനം, നമുക്കുള്ള കൽപ്പന കൊലോസ്യലേഖനം 3:13 അന്യോന്യം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുവിൻ. ഒരാൾക്ക് മറ്റൊരാൾക്കെതിരെ പരാതി ഉണ്ടായാൽ ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിപ്പീൻ എന്നാണ് കൽപ്പന. അപ്പൊ കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ അവിടെ പറഞ്ഞിരിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ കർത്താവ് നമ്മളോട് ക്ഷമിച്ചത്? നമ്മളുടെ നമ്മൾ നേരത്തെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ പോലെ നമ്മുടെ ഒരു കൊള്ളരുതായികയും കർത്താവ് നോക്കിയില്ല. അതെല്ലാം കർത്താവ് ക്ഷമിച്ചു തന്നു. അതുപോലെ മറ്റൊരാളോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ദീർഘക്ഷമ.
നമ്മുടെ ആ ക്ഷമ നമുക്ക് അതുപോലെ മറ്റൊരാളോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ആ കാര്യത്തിൽ ഒരു കാര്യം ഒരു വേറൊരു വലിയ അപകടമുണ്ട്. ക്ഷമിച്ചില്ലെങ്കിൽ എന്താണ്? കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ ആരും മറന്നു പോകരുത്. അത് ഗിരിപ്രഭാഷണത്തിലെ ആയതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആരും മറക്കത്തില്ല. അത് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. ആ വാക്യം എന്താണ്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. 14-15 വാക്യങ്ങൾ വായിക്കാം സിസ്റ്ററെ, അതൊന്ന് വായിക്കണം. മനുഷ്യരോട് ആ. അവരുടെ പിഴകൾ ക്ഷമിച്ചാൽ ക്ഷമിക്കും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട. എന്നാൽ എന്നുള്ള വാക്കില്ലേ അവിടെ? എന്നാലെന്നല്ലേ? എൻ്റെ അതിനകത്ത് അതുകൊണ്ടുണ്ട്. എന്നാൽ മനുഷ്യരോട് നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. എപ്പോഴാണ് ക്ഷമിക്കാതിരിക്കുന്നത്? നമ്മളിനി എത്ര കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചാലും നമ്മൾ ചെയ്യുന്ന പാവങ്ങൾ കർത്താവ് ക്ഷമിക്കത്തില്ല. എപ്പോൾ? ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ, ഞാൻ മനുഷ്യരോട് ക്ഷമിച്ചില്ലെങ്കിൽ, എന്നോട് ദോഷം ചെയ്ത ആളോട്, നിങ്ങളോട് പാപം ചെയ്ത മനുഷ്യരോട് നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. എന്നാൽ മനുഷ്യരോട് അവരുടെ പാപങ്ങളെ, എന്നാലിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ മനുഷ്യരോട് അവരുടെ പാപങ്ങളെ നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പീൻ എന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മൾ എത്രത്തോളം അനുരൂപരായിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞ ഇപ്പം എത്ര കാര്യങ്ങൾ പറഞ്ഞു? താഴ്മ, സ്നേഹം, ശുശ്രൂഷയുടെ മനോഭാവം, ക്ഷമിക്കുക. ഇത് 4 കാര്യങ്ങളാണല്ലോ പ്രധാനമായിട്ട് പറഞ്ഞത്. പിന്നെ ഒന്ന് പറഞ്ഞത്, പക്ഷേ അനുസരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് പറയാം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം, ഒരു കാര്യം ഒഴിവാക്കിക്കൊണ്ട്. ഇതെല്ലാം ഈ യേശുവിൻ്റെ ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ യേശുവിന് വ്യത്യസ്തരാക്കി നിർത്തിയ മറ്റൊന്നുകൂടെ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ ആലപ്പുഴയിൽ ഞങ്ങൾ കേട്ടൊരു മെസ്സേജിൻ്റെ അതിൻ്റെ ഒരു തീം അതായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു ഉണ്ട്, മറ്റൊരു യേശുവുമുണ്ട്. യേശുവുമുണ്ട്, മറ്റൊരു യേശുവുമുണ്ട്. മറ്റൊരു യേശുവിന് ഇപ്പം ഈ പറഞ്ഞത് കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തെല്ലാം കാണിക്കാം? സ്നേഹം കാണിക്കാം, ക്ഷമ കാണിക്കാം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന മനോഭാവം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം കാണുകയില്ല. എന്താണ് യഥാർത്ഥ യേശുവും മറ്റൊരു യേശുവും തമ്മിലുള്ള വ്യത്യാസം? യഥാർത്ഥ യേശു എന്താണ്? ക്രൂശ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? യഥാർത്ഥ യേശുവിന് ഒരിക്കലും സ്വന്തം താല്പര്യങ്ങൾ ഇല്ല. ഒരിക്കലും സ്വന്തം താല്പര്യങ്ങൾ ഇല്ലായിരുന്നു. യഥാർത്ഥ യേശുവിന് ഒരിക്കലും സ്വന്തം താല്പര്യങ്ങളില്ലായിരുന്നു. അവിടെ, അല്ലെങ്കിൽ ഇങ്ങനെ വേണേൽ പറയാം, ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റെല്ലാ നല്ല സ്വഭാവങ്ങളോടുകൂടി ജീവിക്കുന്നതിന് എന്താ പറയാ? മറ്റൊരു യേശു. ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ നല്ല സ്വഭാവങ്ങളെല്ലാമായിട്ട് സ്വർഗത്തിലേക്ക് പോകാമെന്നുള്ള വിചാരത്തോടെ ജീവിക്കുമ്പോൾ അവർ ആരാധിക്കുന്നത്, അവർ അനുഗമിക്കുന്നത് ആരെയാണ്? യഥാർത്ഥ യേശുവിനെ അല്ല, മറ്റൊരു യേശുവിനെയാണ്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത്. നമ്മൾ അനുഗമിക്കുന്ന നമ്മുടെ മണവാളൻ ക്രൂശിൻ്റെ മാർഗത്തിലൂടെ വന്ന യേശുവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. അവിടെ ഞാൻ പറയട്ടെ, ഇനി ഓരോന്നും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ ക്രൂശ് ഒഴിവാക്കിക്കൊണ്ടെന്ന് നോക്ക്. ക്രൂശ് ഒഴിവാക്കിക്കൊണ്ടുള്ള സ്നേഹം എന്തായിരിക്കും? ക്രൂശ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് ഒരിക്കലും 1 കൊരിന്ത്യർ പറഞ്ഞ പോലെയുള്ള സ്നേഹം നമ്മൾ പറയും തിയറട്ടിക്കലി. പക്ഷെ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറയുന്ന പോലെയുള്ള ഒരു സ്നേഹം ഉണ്ടാകത്തില്ല. എന്താണ്? എല്ലാം സഹിക്കുന്ന, എല്ലാം ക്ഷമിക്കുന്ന ആ സ്നേഹം എന്ന് പറയുന്ന സ്നേഹം ഒരിക്കലും ക്രൂശ് ഒഴിവാക്കിക്കൊണ്ടൊരു സ്നേഹത്തിനുണ്ടാകത്തില്ല. ക്രൂശ് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു താഴ്മയെന്ന് പറയുന്നത് അത് ഒരുതരം കാപട്യത്തോടുകൂടിയുള്ള, അല്ലെങ്കിൽ ഒരുതരം എന്താ പറയുക, പ്രകടനാത്മകമായ താഴ്മയായിരിക്കും. അതൊരിക്കലും ഒരു യഥാർത്ഥ താഴ്മയായിരിക്കത്തില്ല ക്രൂശ് ഒഴിവാക്കിക്കൊണ്ടുള്ളത്. അതുപോലെ ക്രൂശ് ഒഴിവാക്കിക്കൊണ്ടുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് മനുഷ്യരുടെ മാനത്തിന് വേണ്ടിയുള്ളതായിരിക്കും. അതൊരിക്കലും യഥാർത്ഥമായിരിക്കത്തില്ല ആ ശുശ്രൂഷ. ക്രൂശ് ഒഴിവാക്കിക്കൊണ്ടുള്ള നമ്മൾ വേറെന്താ പറഞ്ഞത്?
ക്ഷമ, ക്രൂശ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ക്ഷമ എന്ന് പറയുന്നത് അവിടെ വീണ്ടും ഒരു കാപട്യത്തിന് അല്ലെങ്കിൽ നമ്മളിൽ തന്നെ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കും. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മറ്റുള്ളവരുടെ മാനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ക്ഷമയായിരിക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് അതായത് സ്വന്തം താല്പര്യത്തിന്റെ ആ ക്ഷമയുടെ പുറകിലെല്ലാം ഒരു മോട്ടീവ് വേറെ ആയിരിക്കും. അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിലൊരു സ്വാർത്ഥമായ മനോഭാവം, സ്വാർത്ഥ താല്പര്യം ഉണ്ടായിരിക്കും ആ ക്ഷമിക്കുന്നതിനകത്ത് പോലും. യഥാർത്ഥമായി കർത്താവ് ക്ഷമിച്ചതുപോലെയുള്ള ക്ഷമയായിരിക്കത്തില്ല ക്രൂശ് ഒഴിവാക്കിക്കൊണ്ടുള്ള ക്ഷമ. അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട കാര്യം? യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അത് മറ്റൊരു യേശു ആകരുത്. ക്രൂശ് ഒഴിവാക്കിക്കൊണ്ടുള്ള യേശു അല്ല, ക്രൂശിന്റെ അനുഭവത്തിലൂടെ പോകുന്ന, ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കാര്യമല്ല. യഥാർത്ഥമായിട്ടും അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യം എന്താണ് കർത്താവ് എപ്പോഴും എങ്ങനെയായിരുന്നു? ഒരിക്കലും സ്വന്തം ഹിതം അന്വേഷിച്ചില്ല. പിന്നെ എങ്ങനെയാണ് കർത്താവ് ജീവിച്ചത്? പിതാവിൻ്റെ ഹിതം എപ്പോഴും അന്വേഷിച്ചുകൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അനുഗമിക്കുന്ന യേശുവിൻ്റെ ജീവിതം അതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എങ്ങനെയായിരിക്കും? ഒരിക്കലും നമ്മൾ സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം ഹിതത്തിലും അല്ല ജീവിക്കുന്നത്. സ്വന്തം ഹിതത്തിലും സ്വന്തം ഇഷ്ടത്തിലും അല്ല ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ, പിതാവിൻ്റെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കും. അതാണ് യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പൽക്കാലം നമ്മൾ കർത്താവിൻ്റെ ദൈവ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാണല്ലോ തുടങ്ങിയത്. നാൾതോറും നമ്മൾ വളരേണ്ടത് അതിലേക്കാണ്, സംശയമില്ല. റോമാലേഖനത്തിൽ ആ വാക്യം എന്താണ് പറയുന്നത്? റോമാലേഖനം 8:29, നാൾതോറും നമ്മൾ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കണം. ഇതാണ് നമ്മളിൽ നിന്ന് നടക്കേണ്ടതെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഗൗരവമുണ്ടോ? പ്രിയമുള്ളവരെ, നമുക്ക് ഈ പൽക്കാലം പരിശോധിക്കാം. യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മൾ എത്രത്തോളം അനുരൂപരായിട്ടുണ്ട് എന്നുള്ളത്. അത് പരിശോധിക്കുമ്പോൾ വീണ്ടും ഞാൻ പറയട്ടെ, യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് എന്ന് പറയുമ്പോൾ മറ്റൊരു യേശുവല്ല, ക്രൂശ് ഒഴിവാക്കിക്കൊണ്ടുള്ള യേശുവല്ല, സ്വന്തം താല്പര്യം അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു യേശുവിനെ അല്ല, സ്വന്തം താല്പര്യം ഒട്ടും നോക്കാത്ത യേശുവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. ആ യേശുവിൻ്റെ സ്വഭാവത്തോടാണ് നമ്മൾ അനുരൂപപ്പെടേണ്ടത്. മറ്റൊരു യേശു ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു യേശുവാണ്, അല്ലേ? ശരിക്കൊന്ന് നോക്കിയാൽ ഇന്ന് നമ്മുടെ ഇടയിൽ, ഇന്ന് അനേകരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന യേശു ഈ മറ്റൊരു യേശുവാണ്. അതിൻ്റെ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ അവസാനം എന്തുണ്ട്? ഒരു സ്വാർത്ഥതയുണ്ട്, അല്ലെങ്കിൽ ഒരു സെൽഫിഷ് മോട്ടീവ് ഉണ്ട്, അല്ലെങ്കിൽ സ്വാർത്ഥ മനോഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു നേട്ടം വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന പുറമേ കർത്താവിൻ്റെ ക്ഷമയെക്കുറിച്ചും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കർത്താവിൻ്റെ കരുണയെക്കുറിച്ചും കർത്താവിൻ്റെ സഹന ശുശ്രൂഷയെക്കുറിച്ചും എല്ലാം പ്രസംഗിച്ചതിന് ശേഷവും അതിൻ്റെ ഉള്ളിൽ ഒരു സ്വാർത്ഥത നിലനിന്നാൽ അത് മറ്റൊരു യേശുവാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അനുഗമിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ അനുരൂപരാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഈ സ്വാർത്ഥ മനോഭാവത്തോടു കൂടിയുള്ള ഒരു യേശു അല്ല. എന്നാൽ തൻ്റെ ജീവനെ പറ്റുമോ? ഇപ്പോൾ കർത്താവിനെ പോലെ ഞാൻ ഇന്നങ്ങ് തികഞ്ഞവനാകാൻ പോകുന്നു ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷേ നമ്മൾ ആകുമോ? ഒരിക്കൽ ആകും. എന്നാണ് ആകുന്നത്? കർത്താവിൻ്റെ വരവെങ്കിൽ വചനമാണ്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാതെ. കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ അവനെ പോലെ, പക്ഷെ ആകുമെന്ന് പറഞ്ഞാൽ പോലെ, ആകുമെന്ന് ഉറപ്പുണ്ടോ? കർത്താവിൻ്റെ വരവിൽ അവനെ പോലെ ഞാൻ ആവും? ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ വേറൊരു കാര്യം ചെയ്യും. എന്ത്? ആ ഉറപ്പുള്ളവർ ചെയ്യുന്നൊരു കാര്യം കൂടെ ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ വാക്യത്തിൽ. എന്താണ് ആ വാക്യം? വായിക്കാം. 1 യോഹന്നാൻ 3:2-3 വാക്യങ്ങൾ. ദൈവമക്കളാവുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ ആകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണും. അവനോട് സദസ്യന്മാരാകുമെന്ന് നാം അറിയുന്നു. അവൻ ഇനി പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കും. അപ്പൊ നമുക്ക് ചോദിച്ചപ്പോൾ ആ ഉത്തരവുണ്ട് നമുക്ക്. എന്താണ്? നമ്മൾ ഒരിക്കലും അവനെ പോലെ ആകും. ഇപ്പോൾ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ നമ്മൾ പൂർണ്ണരാകുന്നത് കർത്താവിൻ്റെ വരവിൽ മാത്രമാണ്. നമുക്ക് വിശ്വാസമുണ്ട്, കർത്താവിൻ്റെ വരവിൽ മാത്രമേ നമ്മൾ അവനെ പോലെ ആവുന്നുള്ളൂ എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഉറപ്പെന്നുള്ളതാണല്ലോ പ്രത്യാശ. നമുക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? നമ്മൾ നാൾത്തോറും നമ്മളെ തന്നെ കഴുകിക്കൊണ്ടിരിക്കും, നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കും. ആ വാക്യം എൻ്റെ ട്രാൻസ്ലേഷനിലും കൂടെ ഞാൻ വായിക്കട്ടെ കുറച്ചുകൂടെ. പ്രിയരെ, നാം ഇപ്പോൾ
ദൈവമക്കളാകുന്നു നാം എന്തായി തീരും എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അവിടുന്ന് വെളിപ്പെടുമ്പോൾ താൻ ആയിരിക്കുന്ന വിധത്തിൽ നാം അവിടുത്തെ കാണുമെന്നതിനാൽ നാം തന്നെ പോലെ ആയിത്തീരുമെന്ന് നാം അറിയുന്നു. നമുക്ക് നല്ല ബോധ്യമുണ്ട്, അറിയുന്നു. അവനെ പോലെ അവിടുത്തെ പോലെ നമ്മൾ ആയിത്തീരുമെന്ന് നമുക്ക് അറിവുണ്ട്, അറിയുന്നു. അങ്ങനെ ആ ബോധ്യം ഉണ്ടെങ്കിൽ, അതാണ് ആ പ്രത്യാശ. തന്നിൽ ഈ പ്രത്യാശ ഉള്ളവരെല്ലാം അവിടുന്ന് നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. ആ പ്രവൃത്തിയാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നിരന്തരം ആ നിർമ്മലീകരണത്തിന്റെ പ്രവൃത്തി എന്താണത്? നമ്മളെ തന്നെ കർത്താവിൻ്റെ വിശുദ്ധിയുടെ മുമ്പാകെ നിന്നുകൊണ്ട്, കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് മുമ്പാകെ നിന്നുകൊണ്ട്, അതിനെ പരിശോധിച്ചുകൊണ്ട്, നമ്മുടെ സ്വഭാവവും കർത്താവിൻ്റെ സ്വഭാവത്തോട് താരതമ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതുമായി തട്ടിച്ചു നോക്കി നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ട് നിരാശപ്പെടാതെ ഏറ്റുപറഞ്ഞ്, അവിടെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വ്യക്തതയാണ് നമ്മൾ പറഞ്ഞത്. അത് പരിശോധിക്കുമ്പോൾ തന്നെ ഒരിക്കലും മറ്റൊരു യേശുവിനെ അല്ല, യഥാർത്ഥ യേശുവിനെ തന്നെ വെച്ചുകൊണ്ട്, നമ്മൾ ഈ വചനം വെളിപ്പെടുത്തി തരുന്ന മറ്റാരെങ്കിലും പറയുന്നതല്ല, ദൈവവചനത്തിലൂടെ നമ്മൾ കാണുന്ന, അതെ, നമ്മൾ ദൈവവചനത്തിലൂടെയല്ലേ കർത്താവിനെ കാണേണ്ടത്. ദൈവവചനത്തിലൂടെ ആണ് കർത്താവിനെ, എന്നെയും, അതെ, തന്നിൽ ഈ പ്രത്യാശയുള്ളവർ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇന്ന് ഈ കർത്തൃമേശ ശുശ്രൂഷയിൽ നമ്മൾ തുടങ്ങിയത് എവിടെയാണ്? നമ്മുടെ രക്ഷയെ നമ്മൾ പരിശോധിച്ചുകൊണ്ട്, നമ്മുടെ രക്ഷയിലുള്ള വളർച്ചയെ പരിശോധിക്കുമ്പോൾ, നമ്മുടെ ആത്മീയ പുരോഗതി പരിശോധിക്കുമ്പോൾ എന്താണ് നമ്മൾ പരിശോധിക്കുന്നത്? നമ്മൾ പരിശോധിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മൾ എത്രത്തോളം അനുരൂപരായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ സ്വഭാവത്തോട് നമ്മൾ എത്രത്തോളം ചേർന്ന് വരുന്നുണ്ട്. ആ പരിശോധനയുടെ മുമ്പാകെയാണ്, പരിശോധനയുടെ അടിസ്ഥാനമാണ് നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിച്ചത്. ആ പരിശോധനയിലാണ് നമ്മൾ യഥാർത്ഥ യേശുവിനെയാണ് നമ്മൾ വെക്കേണ്ടത് പറഞ്ഞത്. അതെ, ആ യഥാർത്ഥ യേശുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കുവാൻ ഈ സമയം എടുക്കാം. സ്വാർത്ഥത ഒട്ടും ഇല്ലാത്ത, സ്വാർത്ഥ മനോഭാവം എവിടെയെങ്കിലും വരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചോണം അത് മറ്റൊരു യേശുവാണ് നമ്മളിലുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു യേശുവിനെയാണ്. ഒട്ടും സ്വാർത്ഥതയില്ലാതെ ക്രൂശിന്റെ അനുഭവത്തിലൂടെ പോകുന്ന, നിരന്തരം സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, സ്വന്തം ഇച്ഛയെ ഒട്ടും അനുസരിക്കാതെ, സ്വന്തം ഇഷ്ടത്തിനൊട്ടും വില കൊടുക്കാതെ, സ്വന്തം ഇച്ഛയെ നിരന്തരം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം, അതാണ് യഥാർത്ഥ യേശുവിനെ അനുഗമിക്കുന്ന ജീവിതം. നമുക്കത് പരിശോധിക്കാം. ഈ പൽക്കാലം ഈ പരിശോധന നമ്മളെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തട്ടെ. അർത്ഥവത്തായിട്ട് കർത്തൃമേശ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ശുശ്രൂഷയിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ നിന്ന് പങ്കെടുക്കുവാൻ. ഈ ഒരു പരിശോധന എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കട്ടെ. അതിനുള്ള അത് ചെയ്യുവാൻ നമുക്ക് അല്പസമയം എടുക്കാം.